രണ്ടേ രണ്ട് ചേരുവ മതി നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പീനട്ട് ബട്ടർ ഉണ്ടാക്കാം. മിക്കവാറും എല്ലാ കുട്ടികൾക്കും പീനട്ട് ബട്ടർ വലിയ ഇഷ്ടമാണ്. ഇഷ്ടമില്ലാത്ത കുട്ടികളും ഉണ്ട്. എന്നാൽ നമ്മൾ വലിയ വില കൊടുത്തൊക്കെയാണ് പീനട്ട് ബട്ടർ കടയിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത്. ഇത് നമുക്ക് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഒരു പാത്രത്തിലേക്ക് ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ച് കത്തിച്ച ശേഷം അതിലേക്ക് 1 കപ്പ് പീനട്ട്, നമ്മുടെ നിലക്കടല, കപ്പലണ്ടി എന്നൊക്കെ പറയും, കടല കപ്പലണ്ടി എന്നൊക്കെ പറയും, ഇതിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ചൂട് നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ, എന്നാൽ കരിഞ്ഞും പോവാത്ത രീതിയിൽ നന്നായിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. ഇതേ കണ്ടോ, ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ വറുത്ത കടല വാങ്ങിക്കുമല്ലോ, കപ്പലണ്ടി വാങ്ങിക്കുമല്ലോ, അല്ലെങ്കിൽ നിലക്കടല വാങ്ങിക്കുമല്ലോ, അതാണെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക്, ഒരു പരന്ന പാത്രത്തിലേക്ക്, വെള്ളമൊട്ടുമില്ലാത്ത ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വറുത്ത് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ആ വലിയ ചൂടൊന്ന് മാറിക്കഴിയുമ്പോൾ 2 കൈയും കൊണ്ടും ഞാനിങ്ങനെ തിരുമ്മി ഒലിച്ചെടുക്കുകയാണ്. കപ്പലണ്ടിയുടെ തൊലി കളയാൻ നമ്മളെ മലയാളികളെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഞാൻ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കണം. നമ്മൾ പൊടിക്കുന്ന പൊടിയൊക്കെ പൊടിക്കുന്ന ജാറാണ്. അതിലേക്ക് ഇത് മുഴുവനും ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇത് ആദ്യം ഒന്ന് അടിച്ചെടുക്കുക. ആദ്യം ഒന്ന് അടിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ജസ്റ്റ് 3-4 പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം ഈ ഒരു അവസ്ഥയിൽ കിട്ടി. ഇനി ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പും കൂടി ഇട്ടിട്ട് സൈഡിൽ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നതൊക്കെ ഒന്നുകൂടെ തട്ടി താഴേക്ക് ഇട്ടിട്ട് ഇതൊന്നും കൂടി അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, രണ്ടാമത് ഞാൻ ഒരു 1-2 സ്പീഡ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു പരുവത്തിൽ കിട്ടി. ഇനി നമുക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആദ്യത്തെ 2 പ്രാവശ്യം അരച്ചപ്പോഴും, അതായത് പൊടിച്ചപ്പോഴും ഞാൻ അടച്ചു വെച്ചിട്ടായിരുന്നു പൊടിച്ചത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മൂടി ഒന്ന് മാറ്റിയിട്ട് മിക്സി ഒന്ന് ഓണാക്കി കൊടുത്തു. അപ്പോൾ കണ്ടില്ലേ, നല്ല പേസ്റ്റ് പോലെ ആയി വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ അടിക്കും തോറും ഇതിങ്ങനെ ലൂസായി പേസ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കണ്ടില്ലേ, പെർഫെക്റ്റ് ആയിട്ടുള്ള പീനട്ട് ബട്ടർ ഇവിടെ റെഡിയായി. ഇനി പീനട്ട് ബട്ടർ കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വറുത്ത കടല നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമോ, അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഇതേപോലെ വറുത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പീനട്ട് ബട്ടർ ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് ഒട്ടും വെള്ളമില്ലാത്ത ഏതെങ്കിലും ഒരു ബോട്ടിലോ പാത്രത്തിലോ ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇഷ്ടമുള്ളപ്പോൾ ആവശ്യാനുസരണം എടുത്ത് കുട്ടികൾക്ക് കൊടുക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട. നമുക്കിനി അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം. അതുവരേക്കും ബൈ.